ആനിയല്ലേ? അതെ. ആരാന്ന് മനസ്സിലായില്ല. അത് മോശമായി പോയി. എനിക്ക് ആനി എത്ര പെട്ടെന്നാ മനസ്സിലായത്? ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാനിപ്പോഴും ആനിയെ കാണുന്നേ. എന്നിട്ട് എങ്ങനെ എനിക്ക് മനസ്സിലായി? വല്യമ്മച്ചി എന്തിയേ? ജോണിച്ചായ, അത് ശരി, രണ്ടാളും കയറി പരിചയപ്പെട്ടോ? ആള് ഞെട്ടിയിരിക്കേ. ഒരു മുഖപരിചയം ഇല്ലാത്തവൻ കയറി വന്ന് ആനില്ലെന്ന് ചോദിച്ചാ പിന്നെ ഇച്ചായൻ ആരാന്ന് പറയാതെയോ? അതെ ചേച്ചി. അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും? എങ്കിൽ ഞാനിതാ പരിചയപ്പെടുത്തുന്നു, ഇതാണ് എന്റെ സാക്ഷാത് ജോണിച്ചായൻ. അല്ല, ഇച്ചായൻ മൈസൂരിൽ നിന്ന് വരുന്ന വഴിയാ? അതെ അതെ, വഴിയിൽ എന്നാ മണ്ണും പൊടിയാ. ഒന്ന് കുളിക്കണല്ലോടി. അതിനെന്നാ, ഇച്ചായൻ വന്ന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്. എങ്കിൽ പിന്നെ കുളി കഴിഞ്ഞിട്ട് കാണാം. എടാവേ, കോഴി തികയില്ല. ഞാൻ പോയി ഒരു 3-4 കൂടെ കൊണ്ടുവന്നാലോ? ഇപ്പോഴോ? വേണ്ട ചേ, തികയും. എടാ, ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ ജോണി. ഇച്ചിരി ഇവിടെ കോഴി ഇറച്ചിങ് ഇടന്ന് പറഞ്ഞാ ഇല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. ഇച്ചായൻ ഒന്നിങ്ങ് വന്നേ. എന്നെയാന്നോ? അല്ല, ജോണിച്ചായൻ വിളിക്കുന്നു, എന്നതോ പറയാനുണ്ടെന്ന്. രഹസ്യം വന്നോടി. അങ്ങനെയൊന്നുമില്ല. രൂപ ഉണ്ടല്ലോടാ. അപ്പച്ചനോട് പറഞ്ഞ് ജോണിച്ചായൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എന്നാത്തിനാ? എത്ര നാളങ്ങനെ വാടി വിട്ടി കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കണ്ടായോ? അതുള്ളതാ. ഇതിപ്പോ 50,000 ഉണ്ട്. ഇതിന് പാതി കാശ് ജോണിച്ചായന്റെ. ആന്നോ? ജോണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാന്നല്ലോടാ. അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരിവിടെ കാശില്ലാതെ കിടന്ന് പെടാപ്പാട് പെടുകയായിരുന്നു. നല്ല സമയത്താണ് നീ കാശോട്ട് വന്നത്. നാളെ കാലത്ത് തന്നെ ഇച്ചാനും മടങ്ങി പോണോന്ന്. അതെന്നാ ഇടപാടാടാവുകയെ? 3-4 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ, ചന്ദ്രോത്സവം. അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി. അയ്യോ, ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ആന്നോ? എന്നാ നിക്കണ്ട, ഇപ്പോഴത്തെ പണിക്കാരല്ലയോ, കട്ട് മുടിക്കും. നമ്മുടെ കോഴി എന്തായി? നീ നല്ല ആളാ. എടാ, കാശെടുത്ത്. കുഞ്ഞുകുട്ടി ചായോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൂട്ടുകാരൻ പണി പറ്റിച്ചു, 2 പേരെയും കാണാനില്ല. ആരെ? ചാണ്ടിയും മൈക്കിളിന്റെ ഭാര്യ മേരിയും ഉത്സവ സ്ഥലത്ത് മുങ്ങി. ഇതെന്നതാ ചേട്ടത്തി കേൾക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ കുഞ്ഞുട്ടി. ഉത്സവം കഴിഞ്ഞ് സോനുവിനെയും കൂട്ടി പോരാൻ നേരത്ത് ഞങ്ങൾ മേരിയെ തിരക്കിയതാ, കണ്ടില്ല. അവള് നേരത്തെ മൈക്കിളിന്റെ ഉടഞ്ഞ് പോന്നുകാണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോ അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് സോനു ഒരേ കരച്ചില്. പിന്നെ അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ആ ചാണ്ടിയും കാണാനില്ലെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ ഉണ്മയെ சொல்ல போது யாரும் நம்பல. ஆனிக்கிட்ட கேளு. நான் அன்னைக்கே சொல்லலையாமா? മൈക്കിൾ അവിടെ? ഇങ്ങനെ ഒരു സംഭവം നടന്ന അവരെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നത്? ഞങ്ങൾ വാതിലിൽ കുറെ തട്ടി നോക്കിയാ. ഇല്ല, ചാണ്ടി ഒരിക്കലും ഇങ്ങനൊരു ചെറ്റത്തരം കാണിക്കില്ല. அப்ப நீ தானா மேரியை கடத்திக்கொண்டு போனது? என் மேல சாடி கேட்டு என்ன பிரயோஜனம்? குஞ்சுக்குட்டி, உனக்கு ஒரு விஷயம் தெரியுமா? இந்த ஏற்பாடு ஸ்டார்ட் பண்ணிட்டு ரொம்ப நாளாச்சு. நான் என் கண்ணாலே பார்த்தேன், மருது அவன் கண்ணாலே பார்த்தேன். அப்படி எத்தனை பேர் பார்த்தாச்சு? எனக்கு சந்தேகமே கிடையாது. மேரியை கடத்தி கொண்டு போனது அந்த சாண்டிதான். அது உண்மை உண்மை உண்மை. അനി, അവിടെ നിൽക്ക്. അനി, അവിടെ നിൽക്കാൻ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനുവേണ്ടിയാ നിന്നത്രയ്ക്ക് ഞാൻ പള്ളി വന്നു. അതിന് തന്നെ ഇപ്പൊ ഇവിടെയും വന്നു. ചാണ്ടി ചതിയനാ, തെമ്മാടിയാ, നെറികെട്ടവനാ. പക്ഷേ നിന്നോട് ഞാൻ എന്ത് നെറികേടാ കാണിച്ചത്? കുഞ്ഞുട്ടിച്ചായൻ പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു എന്ന്. അതെപ്പോഴാ, എങ്ങനാ, എവിടെ വെച്ചാ? എന്നെ ആരെങ്കിലും ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനി, ഒരുപാടടുത്ത് തിരക്കി, ഒന്ന് നേരിൽ കാണാൻ. മൈക്കിളിന്റെ ശവടക്കിന് വന്നു പോയി നിറഞ്ഞപ്പോ വലിയ നിരാശയായിരുന്നു. കാണാനൊത്തില്ലല്ലോ എന്നോർത്ത്. എവിടാ അവള്? കെട്ടുവിനെയും മോനെയും കളഞ്ഞേച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന നാണം കെട്ട കൂത്തിച്ച് എവിടെയാ ചോദിച്ചത്? ജോണി, നീ നല്ലവനാ.
നീ നിന്റെ പെങ്ങളെ സ്നേഹിച്ചവനാ, അവളുടെ കുടുംബത്തെ സ്നേഹിച്ചവനാ. എന്നെ നീ തല്ലിക്കന്നാ നീ ചുമ്മാ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു വിധി നിനക്കുണ്ടാകരുത്. എനിക്ക് ജയിലിൽ പോകുന്നതാ ഇഷ്ടം. വേണ്ട പറയുന്നത് ധോണി വേണ്ടെന്നാ പറഞ്ഞ. ചാണ്ടി അരുത്. നീ എന്നെ തല്ലിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ കുഞ്ഞെറുക്കന്റെ മകൻ സോനു എന്നെ തല്ലിയില്ലടാ. പക്ഷേ അവൻ തല്ലിയപ്പോ എന്റെ നെഞ്ചാ നേറിയത്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും. ആരും എന്നെ വിശ്വസിക്കല്ല, എന്നെങ്കിലും വിശ്വസിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ സത്യം മോൻ അറിയണം. മഞ്ഞൾ മണം പൂതി വരും. എന്റെ കോരസാർ മരിച്ചുപോയടി ഇന്ന് കാലത്ത്. നാട്ടിൽ നിന്ന് ഇപ്പോഴാ ഒരാൾ വന്ന് വിവരം പറയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മേരി. ഞാൻ ഉടനെ പോവുക. കുഞ്ഞെടുക്കണേ ഉടനെ. നീ എല്ലാം അവനോട് പറഞ്ഞാച്ചാ മതി. വെളുക്കും മുമ്പ് എനിക്ക് അങ്ങ് എത്തണം. ഞാൻ പോവുക. കോരസാർ മരിച്ചതിന്റെ സങ്കടവും വിഷമവും ചില്ലറയൊന്നും അല്ലായിരുന്നു. ശവടൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പോയി. ഞാൻ പാർട്ടി ഓഫീസിൽ തളർന്നു കിടന്നുറങ്ങുമായിരുന്നു. കുഞ്ഞേർക്കണം. നീ എന്നടാ ഈ നേരത്ത്? എടാ എന്നാടാ? എടാ എന്നാ പറ്റിയെന്ന്? എടാ എന്നതാന്നാ ചോദിച്ചേ? നീ രാത്രി ഇങ്ങോട്ട് വന്നേ? മോനും വല്ല അസുഖം ഉണ്ടായോ? അല്ലെ കൃഷിസ്ഥലത്ത് വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഒന്നും സ്നേഹം കിട്ടാനില്ല, ഒരു യോഗ്യത എനിക്കില്ല. എടാ നീ ഒന്ന് മനസ്സിലാവുന്ന ഭാഷ പറ. ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കർത്താവ് എനിക്ക് തന്നു. സ്നേഹമുള്ള ഒരു വാക്ക് ഞാൻ കേട്ടില്ല, അവരെ ഞാൻ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. എടാ എന്നതാടാ നീ പറയുന്നേ? എന്നതാ എന്നാ 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 ഉണ്ടായി പറ.